കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി കൃഷ്ണൻ ജീവനൊടുക്കിയത് ഭീഷണിയെ തുടർന്നാണെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നു. മരിക്കും മുൻപ് കൃഷ്ണൻ മകൻ അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രദേശവാസിയായ ഷൈജുവിൽ നിന്ന് പണം കടം വാങ്ങിയെന്നും ഷൈജുവിന്റെ പേര് പറഞ്ഞ ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള സംഘമെന്ന് പറഞ്ഞാണ് രണ്ടുപേർ ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു. 15,000 രൂപ കടം വാങ്ങിയതിന് 3.5 ലക്ഷം രൂപ തിരികെ ചോദിച്ചുവെന്നാണ് കുടുംബം പറയുന്നത്. ഈ മാസം 6-നാണ് കൃഷ്ണൻ മരിച്ചത്. ഞാൻ പോവുകയാണ്. ഈ അമ്മനെയും ശ്രീകുട്ടനിൻ്റെ ആരോഗ്യമൊക്കെ നല്ലപോലെ നോക്കണം. ഷൈജുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആകെ 15,000 രൂപയെ വാങ്ങിയിട്ടുള്ളൂ. അതാണ് അവൻ ഇത്രയും രൂപ വരെ എത്തിച്ചിരിക്കുന്നത്. പലിശ അങ്ങനെ കൂട്ടുപലിശ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൂട്ടി എഴുതിയതാണ്. ഞാൻ ആ 15 വാങ്ങിയതിന് അതിലും കൂടുതൽ 15ലും കൂടുതൽ ഞാൻ അവന് പൈസ കൊടുത്തിട്ടുണ്ട്. അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, എപ്പോഴാണ് ഈ കൃഷ്ണൻ ആത്മഹത്യ ചെയ്തിരുന്നത്? ഇപ്പോൾ ആ ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ എന്താണ് അഭിലാഷ്? ആ സ്മൃതി, കൊള്ളപ്പലിശയുടെ ഏറ്റവും വലിയ ദുരന്തം അത് ഏത് രീതിയിലാണ് എന്ന് വേണം പറയാൻ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 15,000 രൂപ പലിശയ്ക്ക് പണം വാങ്ങിയതിന് 3.5 ലക്ഷം രൂപ തിരികെ ചോദിച്ചോടു കൂടിയാണ് വലിയ തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചതെന്ന് വേണം പറയാൻ. കാരണം ഞാനിപ്പോൾ കൃഷ്ണന്റെ വീട്ടിലാണുള്ളത്. കഴിഞ്ഞ 6-ാം തീയതി അദ്ദേഹം ജോലി ചെയ്യുന്ന പൊടിമില്ലിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതിനു മുമ്പായി തൻ്റെ മകൻ അയച്ചിരിക്കുന്ന ഓഡിയോ സന്ദേശത്തിൽ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. അതായത് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് ജീവിക്കണം. അതോടൊപ്പം തന്നെ താൻ 15,000 രൂപയാണ് സമീപവാസിയായ ഷൈജുവിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. അതിൽ കൂടുതൽ അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട്, തിരികെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3.5 ലക്ഷം രൂപ നൽകണം എന്നാവശ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൊടുക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ഒരു അഗ്രിമെന്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷൈജുവിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അവരുടെ ഭാര്യ, ഷൈജുവിൻ്റെ ഭാര്യ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നു? ഇല്ല, സൂചനയില്ല. തലേന്ന് രാത്രി ഷൈജു വന്നിട്ട് എന്തോ എഗ്രിമെൻറ്റിൻ്റെ കാര്യം പറയുന്നത് കേട്ട്. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു എന്തിൻ്റെ എഗ്രിമെൻ്റ്. അപ്പോൾ അവന് പൈസ കൊടുക്കാനുള്ളതിൻ്റെ എഗ്രിമെൻ്റാണ്, മാസമായിട്ട് കൊടുക്കണം എന്നുള്ള അങ്ങനെയുള്ള ഒരു എഗ്രിമെൻ്റ് എഴുതാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. വലിയ തരത്തിൽ ഭീഷണി ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ? ഉണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ 2 ആഴ്ച മുന്നേ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞ് 2 ആൾക്കാർ മില്ലിൽ വന്നിട്ടുണ്ടായിന് പറഞ്ഞ്. പിന്നെ അവർ നിരന്തരം വിളിക്കുന്നുണ്ട്, ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഓരാണല്ലോ പറഞ്ഞത് ഈ ഇത് എഴുതണം എന്നുള്ളത്, എഗ്രിമെൻ്റ് എഴുതണം എന്നുള്ളത് ഓരാണ് പറഞ്ഞത്. അതായത് ക്രൈംബ്രാഞ്ച് സംഘം എന്ന് പറഞ്ഞ് 2 പേർ മില്ലിലെത്തി. മില്ലിലെത്തിയിട്ടുണ്ട്, മില്ലിൽ വന്നിട്ടുണ്ടായിന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ മോനോട് മൂത്ത മോനോട് പറഞ്ഞിട്ടുണ്ടായിനി എന്താ ഫോണിൽ റെക്കോർഡ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ വിളിച്ചതൊക്കെ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട്. ഷൈജു ഇവിടെ വന്ന് നിങ്ങളെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നോ? പിന്നെ ഇങ്ങനെ ഞാൻ ഒന്നും പറയില്ല, മൂപ്പര് അങ്ങോട്ട് വിളിച്ചിട്ടാണ് പറയുക. അപ്പോൾ പിന്നെ എന്നിട്ട് ഇങ്ങനെ പൈസക്കൊക്കെ ചോദിച്ച് അങ്ങനെ അവിടുന്ന് ഭയങ്കരമായിട്ട് ഒച്ചയിടുന്നത് കേൾക്കാം. ഈ അഗ്രിമെന്റ് എഴുതാൻ വേണ്ടി സ്റ്റാമ്പ് പേപ്പർ എത്ര വേണം എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് ഫോണിൽ ആരെയോ ഷൈജു വിളിച്ചപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എഗ്രിമെൻ്റ് 50 രൂപേൻ്റെ എഗ്രിമെൻ്റ് ആണോ വാങ്ങേണ്ടതെന്ന് ചോദിച്ചിങ്ങനെ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഞാൻ അകത്തുനിന്ന് പുറത്തേക്ക് വന്നത്. അപ്പോൾ എന്തിൻ്റെ എഗ്രിമെൻ്റ് ആണെന്ന് ചോദിച്ചപ്പം പറഞ്ഞിങ്ങനെ ലോനോട് പൈസ വാങ്ങിയതിന് കൊടുക്കാനുള്ളതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത് മൂപ്പര്. കൃഷ്ണൻ നേരത്തെ ഷൈജുവിൽ നിന്ന് പണം വാങ്ങിയ വിവരം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? കുറച്ചെന്തോ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏട്ടൻ്റെ മോളെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി എന്തോ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പിന്നെ മോൻ്റെ ഫോണിലേക്ക് ഈ വോയിസ് ഇട്ടതിൻ്റെ ശേഷമാണ് അറിയുന്നത് ഇത്രയും പൈസ വാങ്ങിയിട്ടുള്ളൂ എന്നുള്ളത്. മരിക്കുന്നതിന് മുമ്പ് വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു കൃഷ്ണൻ ഉണ്ടായിരുന്നത്? ഇല്ല, ഇവിടുന്ന് നല്ലപോലെ രാവിലെ പണിക്ക് പോയതാ. പിന്നെ മൂപ്പരെ പാപ്പൻ്റെ ശാരദ ബുധനാഴ്ച തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾക്ക് നാളെ ഒരിക്കലും എടുത്തിട്ട് അവിടേക്ക് പോകണം. മൂപ്പരെ വീട് കടലുണ്ടിയാണ്. അപ്പോൾ അവിടേക്ക് പോകണം. നല്ലോണം തന്നെ പണിക്ക് പോയോടത്തൊന്നും നല്ല വർത്താനം പറഞ്ഞ് വൈകുന്നേരം ഞാൻ വന്നിട്ട് ഇമ്പക്ക് സംസാരിക്കുക, എന്നിട്ട് ഇമ്പക്ക് നാളെ പോകാനുള്ളതൊക്കെ എടുത്ത് വെച്ചോളി, ഇങ്ങൾക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെയാണ് പറഞ്ഞത്. അതിന് ശേഷമാണ് ഈ ഷൈജുവിൻ്റെ കോള് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവര് ആരോ വിളിച്ചിട്ടുണ്ടാവും, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഷൈജുവിൻ്റെ ഭീഷണിയെ തുടർന്നാണ് ഭർത്താവ് മരിച്ചതെന്ന് തന്നെയാണ് കരുതുന്നത്. ആണ്, അല്ലാതെ വേറൊരു ഇതുമില്ല. കാരണം ഈ മുത്തൂറ്റ് ലോണ് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ നോട്ടീസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ എനിക്കാണ് ടെൻഷൻ വന്നിട്ട് പിന്നെ തല കറങ്ങി വിധിയൊക്കെ പ്രഷർ കൂടി ഇതൊക്കെ ആയിരുന്നു. പക്ഷെ മൂപ്പര് എന്നെ സമാധാനിപ്പിക്കുക ചെയ്തത്. അത് നേരത്തെയുള്ള സംഭവമല്ലേ? അത് നേരത്തെ ഉള്ളതാ. അപ്പം എന്നെ സമാധാനിപ്പിക്കുക ചെയ്തത്. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പം എന്നോട് പറഞ്ഞു മക്കളുള്ളതാണ്,
അങ്ങനെ പറയരുത്, മക്കളെ കേൾക്കുക, അങ്ങനെ ചെയ്യരുത്, ഇന്ന ഇതാക്കലാണ് മൂപ്പര്. അന്നത്തെ സാമ്പത്തിക സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പം ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് പറഞ്ഞ് 2 ആൾ വന്നതിന് ശേഷമാണ് മൂപ്പർക്ക്. പക്ഷെ അത് ഞാൻ അന്ന് പണിക്ക് പോകുമ്പോൾ എനിക്കൊരു ഇത് സംശയം തോന്നിയിട്ടില്ല. അന്ന് നല്ലപോലെ തന്നെ വർത്തമാനം പറഞ്ഞു പോയത്. എനിക്ക് ഇങ്ങനെ പ്രഷറും ഷുഗറും കൂടുന്ന കാരണം കൊണ്ട് ഞാൻ OP-യിൽ കാണിക്കേണ്ടതാണ്. ചൊവ്വാഴ്ചയാണ് എൻ്റെ OP. അപ്പോൾ അന്ന് പോകേണ്ട, ഇങ്ങനെ തിങ്കളാഴ്ച നിന്ന് ഞാൻ രാവിലെ പണിക്ക് പോകുമ്പോൾ ഞാൻ കാണിക്കേണ്ട വെച്ചപ്പോൾ നാളെ ഈ പോയിക്കോ കാണിക്കാൻ വേണ്ടിയിട്ട്, ടെസ്റ്റൊക്കെ ചെയ്ത് ഈ പോയിക്കോ, നാളെ പോവാണക്ക് എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ വർത്തമാനം പറഞ്ഞ് പോയതാ. ഷൈജു ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. തലേന്നൊക്കെ വന്നിട്ടുണ്ടേനി. അതിൻ്റെ തലേന്ന് വന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി, പിന്നെ പൈസൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ട്. അപ്പോൾ എത്രയാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. മൂപ്പര് ഒരു കാര്യവും ഞങ്ങളോട് പറയില്ല. ആരെന്ത് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂപ്പര് ചിരിച്ച് കേൾക്കുക എന്നല്ലാതെ മറുത്തൊരു ഇതും പറയില്ല. ഈ മരിക്കുന്നതിന് മുമ്പ് ഷൈജുവിനെ വിളിച്ചെന്നും ആംബുലൻസുമായി വന്നോ എന്നടക്കം പറഞ്ഞു എന്ന് പറയുന്നു. പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഓനാണ് ആദ്യം കണ്ടത്.